നമുക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റും ചേച്ചിക്ക്. ആ തരത്തില് ഇവരുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടി നേതാക്കളായി താമര ചിഹ്നത്തില് വോട്ട് വരുത്താനുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഈ മേഖലയിൽ നിന്നൊക്കെ ഒരു 500 വോട്ടാണ് കിട്ടിയത് വെച്ചെങ്കിൽ അത് നേരെ 2000 വോട്ടാക്കി മാറ്റാൻ ആ ഒരു തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് കൊണ്ടൊരവസ്ഥയാണ്. അതിനുവേണ്ടി ലോകാരാധ്യനായിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട മോദിജി ചെയ്ത ഒരുപാട് സൽഭരണത്തിന്റെ ഭാഗമായി ഇന്നലെ കാലത്തൊക്കെ നമ്മളൊക്കെ കൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളും നമ്മളും എല്ലാവരും കൂടിയിട്ട് ഈ വരുന്ന കുറച്ച് ദിവസങ്ങളാണ് നമുക്ക്. ഇന്നത്തെ പ്രചാരണത്തിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക മേഖലയാണ് ഈ പൊന്നാനിയിലൊരു വലിയ മേഖല. അതുപോലെ തന്നെ ഈ കോൾ നിലങ്ങളിലെ പ്രശ്നങ്ങൾ, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് സ്ഥാനാർത്ഥിക്ക്? ഇവിടെ ഏറ്റവും അധികം കോൾ കർഷകരുള്ള സ്ഥലമാണ്, കോൾ പാടങ്ങളുള്ള സ്ഥലമാണ്. എന്നാൽ ഇവിടെ സ്ഥിരമായിട്ട് ബണ്ടുകൾ പൊട്ടുകയും ഇവിടെ കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കാലങ്ങളായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള സംവിധാനത്തിനോ അതല്ലെങ്കിൽ കേരള സർക്കാരിനോ സാധിക്കുന്നില്ല എന്ന് കണ്ട് കേന്ദ്ര സർക്കാർ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇതിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് കർഷകരുടെ ക്ഷേമത്തിനായിട്ട് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ അവയും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ഇവിടുത്തെ സർക്കാരിനായിട്ടില്ല എന്നുള്ള ഒരു സങ്കടമാണ് ഈ നമ്മുടെ ഇന്നത്തെ പര്യടനത്തിൽ കർഷകരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, നരേന്ദ്രമോദിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പദ്ധതികളാണെങ്കിൽ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുമ്പോൾ അത് കർഷകരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ കോൾ കർഷകർക്കായിട്ടുള്ള പാടങ്ങൾക്കായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നേരിട്ട് കർഷകരുടെ ഭൂമികളിൽ അത് ലഭ്യമാക്കി കൊടുക്കുന്ന രീതിയിൽ അവർക്ക് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നും അതിനായിട്ട് ശ്രമിക്കുന്ന ഒരു പാർലമെന്റ് അംഗം ഈ പൊന്നാനിയിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹവുമാണ് അവർ പങ്കുവച്ചത്. തീർച്ചയായിട്ടും എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ കാർഷിക മേഖലയിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പ്രാധാന്യം നൽകുമെന്നും ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ്. കാരണം ഇവിടുത്തെ കർഷകരാണ് ഇവിടുത്തെ എല്ലാവരുടെയും ജനങ്ങളുടെ എല്ലാം സംരക്ഷകരായിട്ട് അവരുടെ അന്നദാതാക്കളായിട്ട് ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് അരി എത്തുന്ന ഒരു സംവിധാനത്തെ നമുക്ക് കുറച്ചു കിട്ടുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് ഇവിടെയുള്ള നെൽകൃഷിക്കാരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അവരുടെ പാടങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് ഒരു ഉത്തരവാദിത്തമാണെന്നും കണ്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനം ആ മേഖലയിൽ കൂടുതൽ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ നിന്നുള്ള എമൗണ്ടുകൾ കൃത്യമായിട്ട് ഈ കോൾപ്പാടങ്ങളിലേക്ക് എത്തുന്നു, അതിന്റെ വികസനത്തിനായി എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അറിയോ ചേച്ചിക്ക്? ഞാൻ ഗുരുവായൂർ സ്വദേശിയാണ്. ഒരു 21 വയസ്സ് വരെയും ഗുരുവായൂരപ്പന്റെ തിരുനടയില് കല, അതുപോലെ തന്നെ മറ്റ് പാട്ടുകൾ, അതുപോലെ തന്നെ വാദ്യങ്ങൾ ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛനമ്മമാര് അങ്ങനെ ഒരു അനുഗ്രഹം കൂടി എനിക്ക് തന്നിട്ടുണ്ട്. കാരണം മാതാപിതാക്കൾ കലയോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു.
കുടുംബത്തിലെല്ലാവരും തന്നെ, പേട്ടൻ കൃഷ്ണനാട്ടം കളിയിലായിരുന്നു, അനിയൻ കലാപ്രതിഭയായിരുന്നു. നമുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ അച്ഛനമ്മമാർ തന്നിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ അടുത്തല്ലേ, അതിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അവിടെ ആയതുകൊണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയൊന്നും സൗകര്യം ഇല്ലായിരുന്നു. അതിന്റെ ഒരു കുഴപ്പം നമുക്കുണ്ടായിരുന്നു. കാരണം വിചാരിച്ചത്രയും നമുക്കൊന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഗുരുവായൂരായതുകൊണ്ട് ഇത്തരത്തിലുള്ള കലകളൊക്കെ അവിടെ എപ്പോഴും കാണാനും കേൾക്കാനും, അത്തരത്തിലുള്ള വലിയ ആളുകളെ, അതായത് മഹത്തുക്കളായിട്ടുള്ള കലാകാരന്മാരെ കാണാനും അവരുടെ പരിപാടികൾ കേൾക്കാനും, പിന്നെ മേളം എന്ന് പറഞ്ഞാൽ എന്നും നമുക്കൊരു കമ്പമാണ്. കാരണം തൃശ്ശൂർക്കാരാണെങ്കിൽ ഇത് തൃശ്ശൂർ പൂരം പോലെ അതുപോലെയുള്ള ഉത്സവങ്ങൾ അവിടെയൊക്കെ കൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചാടാത്തവരും അതിനൊപ്പം അതിലെ ലയിച്ചു നിൽക്കുന്നവരും എനിക്ക് തോന്നുന്നു തീരെ കാണാനുണ്ടാവില്ല അല്ലാത്തവരായിട്ട്. അതായത് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിലൊക്കെ മേളക്കൊഴുപ്പില് ആ ലഹരി പങ്കുകൊള്ളുന്നവരാകും, ആ ലഹരിയിൽ ഭാഗമാകുന്നവരായിരിക്കും കഴിയുന്നത്ര എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുള്ള എല്ലാവരും തന്നെ. അപ്പൊ അതിലൊരാളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. പിന്നെ കുറെ കാലം പുറത്തൊക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ നാട്ടിന്റെ ആ ഒരു നന്മയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സാംസ്കാരിക പെരുമ, അത് തന്നെയാണ് കലാ സാംസ്കാരിക വേദികളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഊർജവും. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. എന്നും അതുപോലെ ഈ സംസ്കാരത്തിന്റെയും കലയുടെയും ഒക്കെ പ്രചരണത്തിന്റെ ഒരു ഭാഗമാവാനും സാധിക്കണമെന്നാണ് പ്രാർത്ഥന.